ഇന്നത്തെ റെസിപ്പി ചിക്കൻ മോമോസ്. അപ്പോൾ ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റ് എന്ന രൂപത്തിൽ ഇതേപോലെ എടുക്കാം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ മൊമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഔട്ടർ കവറാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി സമൂസ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് സമൂസ ഷീറ്റ് കൊണ്ടാണ് ചിക്കൻ മൊമോസിൻ്റെ കവറിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മൈദ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലോർ പൗഡർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് പരത്തി നല്ല നൈസായിട്ട് പരത്തി. ഓൾറെഡി ഇത് നൈസാണ്, കുറച്ചും കൂടെ നന്നായിട്ട് മൊമോസിൻ്റെ ഇതെന്ന് പറയുന്നത് നല്ല നൈസായിരിക്കണം. അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അത് ചുരുങ്ങി വരത്തില്ല. എൻ്റെ അടുത്ത് ഈ ചപ്പാത്തി പ്രസ്സിനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. അതാണ് എനിക്ക് കംഫർട്ടബിളും. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ മൈദയാണ്. മൈദ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിതറി കൊടുക്കേണ്ടതുകൊണ്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുക. കുറേ കട്ടിയായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയിൽ ഉണ്ടാക്കാം, പക്ഷെ കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നല്ലോണം നൈസാക്കുന്നത്. ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ഈ ഗ്ലാസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഗ്ലാസിൻ്റെ ആ ഒരു വട്ടത്തിലുള്ള വലുപ്പത്തിലുള്ള റൗണ്ടിൽ നമുക്ക് മൊമോസിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. സോറി ഫോർ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ ഫുൾ ഫ്ലോറാണ്. പക്ഷേ കയ്യിലതാക്കാതെ ഇരിക്കാനും പറ്റില്ല. ഏകദേശം നമുക്കൊരു മൊമോസിന് വേണ്ട ഒരു സൈസിലുള്ള ഇത് കിട്ടി. അതിനകത്തും കുറച്ചും കൂടി ഫ്ലോർ ഇട്ടിട്ട് ഇനി അത് ചുരുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലോറും കൂടി ഇട്ടിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ഇതേപോലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 10-12 മൊമോസ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബാറ്റർ റെഡിയാക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഇപ്പം മൊമോസിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളത് റെഡിയാക്കുകയാണ്. ആദ്യം ചിക്കൻ എടുക്കുക. അതിനകത്തേക്കൊരു 1 പിടി മല്ലിച്ചപ്പിടുന്നുണ്ട്. പിന്നെ പച്ചമുളക് 2-3 പച്ചമുളക് ചേർത്തു. ഇനി നമുക്ക് വേണ്ട സവാളയാണ്. ഞാനൊരു സവാളയാണ് ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത്. ഒരു സവാള ചെറുതായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഓവർ വലിയ പീസാവരുത്. അപ്പോൾ നമുക്ക് മൊമോസ് കവർ ചെയ്യാനും അത് ഫില്ല് ചെയ്തിട്ട് ഇതാക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ചെറിയ പീസായിട്ട് ഇടണം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുന്നുണ്ട്. ഒരു 1.5-2 ടീസ്പൂൺ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം. എനിക്ക് ചെറിയ എരിവ് മതി. അതുകൊണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കും. കവറിന്ന് ഡയറക്റ്റ് ഇടാണ്. ഏകദേശം ഒരു അളവിലാണ് അങ്ങ് ഇടുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തന്നെ വരുള്ളൂ. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ ചിലപ്പം മൊത്തത്തിൽ നല്ലോണം മിക്സ് ആവില്ല. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മൊമോസിനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി മൈദ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഷീറ്റ് ഓരോന്നെടുത്തിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് ക്ലോസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ തന്നെ എടുക്കുന്നുള്ളൂ. നമ്മൾ ചെറുതാണ്, ഭയങ്കര വലുപ്പമായാലും രസം ഉണ്ടാവില്ല. ചെറിയ മൊമോസാണ് എനിക്കിഷ്ടം. ഇനി നമ്മളത് ഒന്ന് ഫില്ലിങ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിൽ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല, എങ്കിലും ഏകദേശം ഒരു അതേ ഷേപ്പൊക്കെ ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം
അങ്ങനെ ജസ്റ്റ് ക്ലോസ് ചെയ്താൽ ഏകദേശം ഈ ഒരു ഷേപ്പിൽ കിട്ടും. ചിലർ റൗണ്ടിൽ ചെയ്യും, ഇങ്ങനെ നീളത്തിൽ ചെയ്യുന്നവരുണ്ട്, പല ടൈപ്പിൽ ചെയ്യുന്നവരുണ്ട്. ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. ഇത് മെയിനായിട്ട് ഷീറ്റ്. ഞാൻ എല്ലാ ഇതും ഇങ്ങനെ നിരത്തി വെച്ചിട്ട്, അപ്പം നമുക്ക് ഈസിയാണല്ലോ ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് കവർ ചെയ്യുകയാണ്. നമുക്ക് ഒറ്റയടിക്ക് ഫില്ല് ചെയ്ത് അങ്ങ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ബാറ്ററി കുറച്ച് കൂടുതലായി പോയതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോ പ്രോബ്ലം. ഏകദേശം അതേപോലെയൊക്കെ ആയി. ഒരെണ്ണം കൂടെ ഇങ്ങനെ കവർ ചെയ്യുന്നതിന് കാണാം. ചിലവരിങ്ങനെ വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് ചെയ്യുന്നതാണ് എന്ത് രസമാണെന്നറിയും. ഞാനപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ട്രൈ ചെയ്ത് അതിനകത്തൊന്ന് എക്സ്പേർട്ട് ആവണം. ഞാനിപ്പോൾ അതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാം കവർ ചെയ്ത് വെച്ചു. എല്ലാത്തിലും ഫില്ലിങ് വെച്ചിട്ട് മൊമോസിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വേവിക്കാനാണ് വയ്ക്കുന്നത്. അപ്പം ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ അരിപ്പ പാത്രം വെച്ചിട്ട് അതിൻ്റെ നമ്മളിങ്ങനെ മൊമോസ് എല്ലാം എടുത്തിട്ട് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മൊമോസ് കഴിക്കുന്നത് വെറുതെ അല്ലല്ലോ, അതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടാവും, ഒരു തക്കാളി ചട്നി പോലത്തെ ഒരു സ്പൈസി ചട്നി ഉണ്ടാവും. ഞാൻ അതിന് വേണ്ടിയിട്ട് അത് വീഡിയോയിൽ കാണിക്കുന്നില്ല. തക്കാളി, ഉള്ളി, പച്ചമുളക്, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് എണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ലോണം ഇങ്ങനെ കരിയുന്ന പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിനി ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ നമ്മൾ ചട്നി റെഡിയാണ്. അപ്പോൾ ചട്നി മൊമോസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.